കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മീഡിയൻ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് മോഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ മോഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഏതൊരു പോയിന്റിലാണോ മാക്സിമം വരുന്നത് അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ അതിനെയാണ് നമ്മൾ മോഡായിട്ട് പറയുക. അപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ അതിന്റെ മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഏത് പോയിന്റിലാണ് അതിനെയാണ് നമുക്ക് മോഡായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് വേണം? എഫ് ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് എന്തെന്ന് പറയാ? മോഡ് എന്ന് പറയാം. അതായത് ഇത് നമ്മുടെ മാക്സിമം മിനിമം കൺസെപ്റ്റ് ആണ്. ഒരു ഫംഗ്ഷൻ മാക്സിമം ആവുന്ന പോയിന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക ഇക്വേറ്റഡ് ടു 0 and then find its second derivative. Then when the second derivative is less than 0, then the function is maximum in that point. In the same way, നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ മിനിമം ആവാനായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ മിനിമം എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്തായി? മാക്സിമം ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 pi into sigma e raised to minus half into x minus mu by sigma whole square. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 1/√2 pi sigma into e to the power ഒക്കെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. log f of x is equal to 1/, ഇതൊരു ടേം into another term. അപ്പൊ log 1/√2 pi sigma plus log e raised to എന്ന് പറയുമ്പോൾ എന്തായി? -1/2 log e to the power എന്ന് വരുമ്പോൾ അത് താഴേക്ക് വരും. x minus mu by sigma whole square എന്ന് വരും. Okay, therefore log f of x ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി ഇതിനെ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? log f of x എന്ന് പറഞ്ഞാല് 1/f of x into f dash of x which is equal to log of a constant is 0 minus half into 2 into x minus mu by sigma raised to 2 minus 1 into 1 വരും. അല്ല, into 1 by sigma എന്ന് വരും. into 1 by sigma. അപ്പോ എന്ത് വരും? 2 ക്യാൻസൽ ചെയ്തുകൊണ്ട് which is equal to minus of x minus mu by sigma square എന്ന് വരും. ഇനി എന്തെന്ന് വെച്ചാല് f dash of x equal to 0 which implies minus of x minus mu by sigma square into f of x equal to 0. ഈ f of x നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായി? f dash of x ആയി. അപ്പോ ഇതില് നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേമുകളേക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഈക്വൽ ടു 0 ദാറ്റ് ഈസ് മൈനസ് എക്സ് പ്ലസ് മ്യൂ ഈക്വൽ ടു 0 ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടും സോൾവ് ചെയ്ത് വരുമ്പോ. അപ്പോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. therefore എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇനി അടുത്ത് എന്ത് വേണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണണം. അപ്പൊ നമുക്ക് എന്തറിയാം? f dash of x is equal to f of x into minus of x minus mu by sigma square ആണെന്ന് അറിയാം.
ഇവിടെ 1 by sigma square common term ആണ്, that is minus 1 by sigma square into f of x into x minus mu. അല്ലെ, അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് നല്ല രീതിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by sigma square into f of x into 1 plus x minus mu into f dash of x. നമുക്ക് എന്താ കിട്ടുക? f ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണ് കിട്ടുക. f ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഇനി അതിൽ എക്സ് കിടക്കുന്നിടത്തെല്ലാം എന്ത് കൊടുക്കുക? എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, മ്യൂ എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എക്സിന് മ്യൂ കൊടുക്കുമ്പോൾ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോകും. ശ്രദ്ധിക്കുക, ആ ടേം ക്യാൻസൽ ചെയ്ത് പോകും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 by sigma square into എഫ് ഓഫ് എക്സ് ഗിവൺ എക്സ് ഈക്വൽ ടു മ്യൂ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by root 2 pi sigma into e raised to minus half into x minus mu by sigma whole square ആണ് എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സിന് എക്സിന് മ്യൂ കൊടുക്കുമ്പോൾ ഈ ടേം എന്തായിട്ട് പോകും? e to the power 0 വരും, that is equal to 1 വരും. therefore 1 by root 2 pi sigma ആണ് എന്ത്? x equal to mu എന്ന് പറയുന്ന പോയിന്റിലാണ് എഫ് ഓഫ് എക്സ് മാക്സിമം വരുന്നത്. ആ മാക്സിമം പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 by root 2 pi sigma ആണ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ therefore which is equal to minus 1 by sigma square into 1 by 2 pi sigma ആണ്, which is a negative term, that is less than 0. അപ്പൊ f dash of x എന്ന് പറയുന്നത് എന്ത് കിട്ടി? f double dash of x എന്ന് പറയുന്നത് എന്ത് കിട്ടി? 0 കിട്ടി. therefore x equal to mu എന്ന് പറയുന്ന mu തന്നെയാണ് എന്ത്? മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതേപോലെ ക്വാർട്ടൈൽ ഡീവിയേഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെന്റ് വർക്കാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻസ് Q1, Q2, Q3 ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തണം. ഓക്കെ.